ഹാപ്പി ലൈഫ് മെയ്ഡ് ഫോർ ഈച്ച് അതർ വിൽസിന്റെ പരസ്യം. ഈ പറയുന്ന ദ്രാവിഡ് ഇല്ലേ, രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞതിന്റെ കളിയാക്കി രാഹുൽ ദ്രാവിഡ് ഇട്ടിരുന്ന വിൽസിന്റെ പരസ്യമാണ്. ആണോ? വിൽസിന്റെ ആയിരുന്നോ വേൾഡ് കപ്പ്? എന്നിട്ട് ഇപ്പൊ റൺഔട്ട് ആവുന്നതുകൊണ്ട് കാര്യണ്ടാ? ഒരു ജനതയെ മുഴുവൻ വിൽസ് വലിപ്പിച്ചില്ലേ? ഷൈൻ്റെ റിലേഷൻഷിപ്പുകളെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? എങ്ങനെയൊക്കെ ആയിരിക്കും? എല്ലാവരോടും പെട്ടെന്ന് മിങ്കിൾ ചെയ്യുന്ന ഒരാളാണ്. അത് കാരണം എനിക്ക് 10ാം ക്ലാസ് മുതൽ റിലേഷൻഷിപ്സ് ഉണ്ട്. അതിപ്പോ ഇത് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. അടുത്തടുത്തുള്ള അല്ല ഇവരോടൊക്കെ ചോദിക്കുക റിലേഷൻഷിപ്സ് ഉണ്ടോ? ഇവൻ എത്ര ഉണ്ടെന്ന് ചോദിക്കും മിനിമം. ഇവൻ പറയും എത്ര ഉണ്ട്, പറഞ്ഞോ, എണ്ണം പറഞ്ഞോ, ധൈര്യത്തോടെ പറയടാ. എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നത്? 500 ഉണ്ടെന്നല്ലേ? ഇല്ലെങ്കിലും എക്സാജറേറ്റ് ചെയ്ത് പറയണ്ട. അമ്മ എങ്ങനെയാണ് അതിന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അല്ല കുഴപ്പമില്ലാത്തതാണ്. നമുക്കൊരു വ്യക്തിനെ ഇഷ്ടപ്പെടുന്ന ഘടകങ്ങൾ എന്താണ്, ഇഷ്ടപ്പെടാത്ത ഘടകങ്ങൾ എന്താന്നുള്ളത് ആ വ്യക്തികൾക്കല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു ഫാമിലി ഒറ്റയ്ക്ക് ഒരാളാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, എന്റെ ആദ്യത്തെ ഫാമിലി സെറ്റപ്പിൽ നടന്ന കല്യാണ ഡിവോഴ്സ് ആയില്ലേ? ഫാമിലി സെറ്റപ്പിൽ നടക്കുന്ന വിവാഹങ്ങളാണ് ഏറ്റവും കൂടുതൽ മോചന കേസുകളായിട്ട് വരുന്നത്. എല്ലാത്തതും വരുന്നുണ്ട്. എല്ലാത്തിലും എന്തായാലും വരില്ലേ? ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കല്യാണവും നടന്നിട്ടുണ്ടല്ലോ ലോകത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ അപ്പനും അമ്മയും മാത്രമല്ല നടന്നിട്ടുള്ളൂ. കാരണം ഇവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വർഷങ്ങളായിട്ട് ജീവിക്കുന്നത്, നമ്മുടെ മുന്നത്തെ തലമുറ. കാരണം അന്ന് വിവാഹമോചനങ്ങൾ ഇല്ല, അതെന്തോ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ 2 വ്യക്തികൾക്ക് ഇഷ്ടമല്ല, മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് തോന്നുമ്പോ വലിയ പാർട്ടി തന്നെ പിളർന്നു പോകുന്നില്ലേ? രാജ്യങ്ങൾ വരെ പിളർന്നിട്ടല്ലേ പോയേ നമ്മുടെ ഇവിടെ. എന്തുകൊണ്ടാ എല്ലാതും ഒരു ഭൂമിയിൽ എങ്ങനെ ഇത്ര അധികം രാജ്യങ്ങൾ തന്നെ ഉണ്ടാവണമെന്ന് അതിർത്തി വെച്ചിട്ട്? അതിർത്തിയില് പട്ടാളക്കാരെ തോക്കും പിടിച്ച് നിർത്തിയിരിക്കുക അല്ലേ? അപ്പൊ ഒരു ഭൂമിയിൽ, ഒരു ഗ്രഹത്തിൽ തന്നെ ഇത്രയധികം എതിർപ്പുകളും ശത്രുതകളും ഉണ്ടാവുന്നില്ലേ? അപ്പൊ പിന്നെ 2 വ്യക്തികളിൽ എന്തായാലും ഉണ്ടാവില്ലേ? 2 വ്യക്തികളിൽ ഉണ്ടാവുന്ന പ്രശ്നമല്ലേ യുദ്ധങ്ങളിൽ തന്നെ വന്ന് അവസാനിക്കുന്നത് അല്ലേ? ഇതിനൊക്കെയല്ലേ നമ്മൾ പഠനം എന്ന് പറയണത്. ഞാൻ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ട്. ഓരോ വിപ്ലവങ്ങളും ഉണ്ടാവുന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിന്നാണ് അല്ലേ? മാർക്ക് കിട്ടാൻ വെറുതെ പഠിച്ചിട്ട് എഴുതിയിട്ട് കാര്യമില്ല. ഇതൊക്കെ എപ്പോഴും നമ്മൾ ജീവിതത്തിൽ ആലോചിച്ച് നോക്കണം. ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഇങ്ങനെ തന്നെ മറുപടി പറയുന്നത് എന്താ ഷൈൻ? അല്ലെങ്കിൽ വേറെ ആൾ കയറി മറുപടി പറയാൻ അവസരം കൊടുത്താൽ പിന്നെ നമ്മൾ തകർന്നു പോകില്ലേ? അമ്മ ഇപ്പൊ അത് ട്വിസ്റ്റ് ചെയ്ത് ഫിലോസഫിക്കലായിട്ട് പറഞ്ഞത് കേട്ടില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ട്വിസ്റ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് അമ്മ പിടിച്ചു നിർത്തി വർത്താനം പറയുമോ? കാരണം ഞാൻ വക്കീലാവണമെന്നായിരുന്നു മമ്മിയുടെ ആഗ്രഹം. ഞാൻ വക്കീലല്ലേ ആവുള്ളൂ. എനിക്ക് പ്രാക്ടിക്കലായിട്ട് ആ കേസിന്റെ സമയത്ത് കുറച്ച് നോളജും കൂടി കിട്ടി, ഇരുന്നിട്ടുള്ള പരിചയം, എക്സ്പീരിയൻസ്. ഞാനൊരു കേസ് കാരണം പണ്ട് മമ്മൂക്കാടെ വേഷം കണ്ട ഒരാൾ വക്കീലാവാൻ ആഗ്രഹിക്കില്ലേ? തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് ഞാൻ കളക്ടർ ആവാൻ ആഗ്രഹിച്ചു. പിന്നെ മമ്മിക്ക് മനസ്സിലായി അഭിനയിക്കാനുള്ള ആഗ്രഹമാണ്. പിന്നെ പോലീസ് വേഷം കണ്ടപ്പോ പോലീസുകാർ, അമരം കണ്ടപ്പോ മുക്കുവനാവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് മുക്കുവനാക്കുവോ? ആരെങ്കിലും ആക്കുവോ? അപ്പൊ അഭിനേതാവാനുള്ള ഇഷ്ടമല്ലായിരുന്നു. ഇങ്ങനെയൊക്കെ അഭിപ്രായം പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് പോകുമ്പോഴേ ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല ഒരു മനുഷ്യന്. പിടിച്ചേർത്ത് വർത്താനം പറയാം. അമ്മ എങ്ങനെയാ വർത്താനം പറയാ? പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോകും. വഴക്കുണ്ടായ ഞാൻ ഇറങ്ങി പോകും വീട്ടിൽ നിന്ന്. നമ്മള് ഇന്ത്യ വാക്കൗട്ടൊക്കെ ചെയ്യാറില്ലേ? ഇല്ലേ? അവൻ എത്രയായാലും എന്താ പറയാ, വീട്ടിനോടും ഞങ്ങളോടൊക്കെ വളരെയധികം സ്നേഹമുള്ളതാണ്. തിരിച്ചെത്താതിരിക്കില്ല. അങ്ങനെ ഒരു ബോധ്യമുണ്ട്. ഓരോ പ്രാവശ്യം ഉണ്ടാവുന്നതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രാവശ്യം ക്രിസ്മസ് വരുന്നത് ഒരു ബോണസ് ആയിട്ടാണ്. അടുത്ത വർഷം നമ്മൾ ഉണ്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് ക്രിസ്മസ് മാക്സിമം ആഘോഷിക്കാൻ ഞങ്ങളുടെ ആഗ്രഹം. ഈ ക്രിസ്മസിന് ഇപ്പോ തിരക്കുകൾക്കിടയിലും ഷൈൻ ഇപ്രാവശ്യം ഉണ്ട്. ഇപ്പൊ 2-3 ക്രിസ്മസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് സന്തോഷമുണ്ട്. പെൺകുട്ടികൾ, താഴെയുള്ള പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. അത് ഞങ്ങളുടെ കൂടെയാണ് വേണ്ടത്. പക്ഷെ അപ്പൊ അവർക്ക് അവന് ലീവില്ലാത്തതുകൊണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ ഇന്നും പ്രശ്നങ്ങളാണ്. ഞാൻ കാരണം ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ മഹാകേമനാണ്. അത് കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ട്. മറ്റത് പ്രശ്നം സോൾവ് ചെയ്യുന്ന ആളായിരുന്നു. അത് ഞാനാ. എനിക്ക് വീട്ടിലെന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് അതിന് ഒരു ശാന്തമായിട്ട് തീരുമാനം എടുക്കും. ബാക്കിയുള്ളവരുടെ പ്രശ്നത്തിൽ നമുക്ക് ശാന്തമായിട്ട് തീരുമാനം എടുക്കാലോ. നമ്മുടെ പ്രശ്നം വരുമ്പോഴാണല്ലോ ഷൈൻ പറയുന്ന തീരുമാനത്തോടാണ് എനിക്ക് കൂടുതൽ യോജിച്ച് നിൽക്കാൻ പറ്റുന്നത്. അത് ഷൈൻ്റെ തീരുമാനമല്ലേ എന്നുള്ളതാണ്.
അത് ഷൈൻ തന്നെ തീരുമാനിക്കേണ്ടതല്ലേ, വ്യക്തിപരമല്ലേ മമ്മി അത് ഇതിൽ relationship കൂടുതൽ അഭിപ്രായമായിട്ട് ഞാൻ ഇവിടുന്ന് വാക്കൗട്ട് ചെയ്ത് പോകേണ്ടി വരും. അല്ല, തീരുമാനമെടുക്കേണ്ടത് അവൻ തന്നെയാണ്. ആ കാരണം അവന് അതിനുള്ള എല്ലാ ഇതുണ്ട്. മെച്ചൂരിറ്റി ഇല്ല. മെച്ചൂരിറ്റി ഇല്ല. മെച്ചൂരിറ്റി ഇല്ലാതെ അപ്പൊ തഗ് പഠിച്ചു. മെച്ചൂരിറ്റി ഇല്ലാതെ കുഞ്ഞുങ്ങളെ പോലെ ആവണം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ആരാണ്? ജീസസ്. പുള്ളിയുടെ ജന്മദിനവും പുള്ളിയുടെ സഭയിലുമാണ് ഞാൻ വളർന്നത് അല്ലേ, പുള്ളിയുടെ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ മെച്ചൂരിറ്റി ഇല്ലായ്മയാണ് ഒരു കുഞ്ഞിന്റെ. കുഞ്ഞുങ്ങളെ പോലെ ആവണമെന്നാണ്. കുഞ്ഞുങ്ങളെ പോലെ ആവണമെന്ന് പറഞ്ഞാൽ മെച്ചൂരിറ്റി ഇല്ലാതിരിക്കും. അത് ആൾക്കാരെ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. അങ്ങനെ ആൾക്കാരെ തല്ലിക്കൊല്ലണ കാര്യമില്ല. ആൾക്കാരെ എല്ലാവരും ഒരേപോലെ കാണണം നമ്മള്. അതെ അതെ, ആ ഒരു നിഷ്കളങ്കത കാണിക്കണമെന്നുള്ളതാണ്. അപ്പോ ആളുകളെ ചൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണോ മെച്ചൂരിറ്റി തുടങ്ങുന്നത്? അപ്പോഴാണോ നമ്മുടെ കളങ്കം തുടങ്ങുന്നത് അല്ലേ? ഒരു വ്യക്തിയെ എന്തിന് ചൂസ് ചെയ്യണം അനലൈസ് ചെയ്ത് തുടങ്ങുന്ന സമയം മുതലേ നമുക്ക് മെച്യൂരിറ്റി ആയി തുടങ്ങി. അപ്പൊ അവിടെയാണ് കളങ്കം തുടങ്ങുന്നത്. ആദ്യ പാപം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഒരു ആഗ്രഹത്തിന് മുകളിലാണ് അല്ലേ? എനിക്ക് ദൈവത്തെ പോലെ ആകണം എന്നുള്ള ആഗ്രഹത്തിന് പോലെയാണ് അവൻ ആപ്പിൾ വാങ്ങുന്നതും കഴിക്കുന്നതും അല്ലേ? ഇതിനൊക്കെ ഇങ്ങനെയും പറയാല്ലേ? ഇതിനൊക്കെ ഇങ്ങനെ പറയാം. ഈ ഇടയ്ക്കിടയ്ക്ക് കോട്ട് ചെയ്യാറുണ്ടല്ലോ. ഇടയ്ക്ക് ഭയങ്കര ഒരു കോട്ടെന്ന് പറയുന്നത് ബൈബിൾ അല്ലല്ലോ, കള്ളാണല്ലോ കൂടുതൽ അതെ മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കള്ള് വിറ്റ് പോകുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതാണ് കള്ളല്ലേ. അപ്പൊ കള്ള് മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ബൈബിൾ അല്ലല്ലോ കള്ളാണെന്നാണ്. കള്ള് മോശമാണെന്ന് ഞാൻ പറഞ്ഞു. മോശമല്ലേ? മോശമാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് അങ്ങനെ ചെയ്യാൻ പാടും. നിങ്ങളത് ചെയ്യാൻ പാടും. ലീഗൽ മദ്യം, ലീഗൽ ഡ്രഗ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ലോകം നശിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാരാണോ? ആണോ? ഇവിടത്തെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും കള്ളും സിഗരറ്റും പരസ്യം ചെയ്തിട്ടില്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ കണ്ടിട്ടുണ്ട് പത്രങ്ങളിലും മാഗസിനുകൾ. ഇല്ല എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പൊ ഇവിടുത്തെ കുട്ടികൾ അഡിക്റ്റഡ് ആവുന്നത് ആ പരസ്യം കണ്ടിട്ടാണോ? ഹാപ്പി ലൈഫ് മെയ്ഡ് ഫോർ ഈച്ച് അതർ, വിൽസിന്റെ പരസ്യമാണ്. ഈ പറയുന്ന ദ്രാവിഡ് ഇല്ലേ, രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞതിന്റെ കളിയാക്കി രാഹുൽ ദ്രാവിഡ് ഇട്ടിരുന്ന വിൽസിന്റെ പരസ്യമാണ്. ആണോ? വിൽസിന്റെ ആയിരുന്നോ വേൾഡ് കപ്പ്? എന്നിട്ട് ഇപ്പൊ റൺഔട്ട് ആവുന്നതുകൊണ്ട് കാര്യണ്ടാ? ഒരു ജനതയെ മുഴുവൻ വിൽസ് വലിപ്പിച്ചില്ലേ? അല്ല, എല്ലാവരും വലിച്ചില്ല. എല്ലാവരും വലിപ്പില്ല. വലിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണോ പരസ്യം? തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ എല്ലാവരും ആ ക്രൈമില് ഉത്തരവാദികളല്ലേ? എല്ലാവരും അതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ടല്ലോ. പിന്നെ മദ്യവും സിഗരറ്റും തുടങ്ങാൻ വേണ്ടി മാത്രം പരസ്യം ചെയ്യണ്ടോ? പിന്നെ നോ സ്മോക്കിംഗ് എന്ന് പറയുന്നതാണ് അതിന്റെ പരസ്യം. അല്ല, അതും ചെയ്യണം. അത് നോ സ്മോക്കിംഗ് എന്ന് പറയുന്നതാണ് പിന്നെ അതിന്റെ പരസ്യം. ചില തുടർച്ചകളൊക്കെ മാറ്റണമെങ്കിൽ എല്ലാ മനുഷ്യന്മാർക്കും അതിനുള്ള അവസരം കൊടുക്കണ്ടേ? ഈ ജനിച്ചു വരുന്ന എല്ലാ പിള്ളേർക്കും തെറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുവോ? അപ്പൊ നമ്മൾ തിരിച്ചു ചോദിച്ചാ, ഇപ്പോഴത്തെ യുവാക്കൾ തിരിച്ചു ചോദിച്ചാ മിണ്ടാതിരിക്കേണ്ട വരുന്ന ഒരു മെച്യൂരിറ്റി ഉള്ളോ ഇതിന് മുന്നിലുള്ളൂ? തുടർന്നിട്ട് നമുക്ക് തുടർന്നിട്ട് അതിനെ ചോദിക്കുകയാണെങ്കിൽ അന്ന് ഉണ്ടാക്കിയ കാശൊക്കെ ഭൂമിയിലേക്ക് തിരിച്ചിടാൻ പറ്റുമോ ഇവർക്ക്? പറ്റുമോ? അപ്പൊ പിന്നെ വലിയ വാചകം അടിക്കാൻ നിൽക്കരുത്. ഒഴുക്കിനെതിരെ നീന്തുന്നത് ഇപ്പോഴത്തെ ചെറുപ്പക്കാര്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും വേണ്ടാന്ന് വെച്ച് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഇല്ലീഗലാക്കി വെക്കുന്ന എല്ലാ സാധനങ്ങളും ഒരു കാലത്ത് ലീഗലായിരുന്ന. വേട്ടയാടി ഭക്ഷിക്കല്, വാറ്റടിക്കല്, പ്രോഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റി ആവുമ്പോ എങ്ങനെയാ പ്രോഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റി ആവുക? അവൻ ജീവിച്ച് വളരുന്നതിനനുസരിച്ചല്ലേ. അപ്പൊ ഇന്ന് ജനിക്കുന്ന കൊച്ചിനും അതിനുള്ള അവസരം കൊടുക്കണ്ടേ? ഇന്ന് ജനിക്കുന്ന കൊച്ചിനും ആ പ്രോഗ്രസീവായിട്ട് നീങ്ങാനുള്ള അവസരം കൊടുക്കണ്ടേ? കാലക്രമമില്ല അവിടെ. നിയമങ്ങൾ പരിഷ്കരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരാൾക്ക് അതില് ഇൻക്ലൂഡഡ് ആവാൻ പറ്റുമോ? നമ്മൾ മനസ്സിലാക്കാൻ എത്ര വർഷം എടുത്തു? നമ്മൾ മനസ്സിലാക്കാൻ എത്ര വർഷം എടുത്തു? അപ്പൊ ജനിച്ചു വളരുന്ന ഒരു കൊച്ചിന് മനസ്സിലാക്കാനുള്ള അവസരം കൊടുക്കണ്ടേ? അവന് അവസരം കൊടുക്കണ്ടേ? വേണ്ടേ? വേണം. അത്രേ ഞാൻ പറഞ്ഞു. അല്ല, നല്ലതാണ്. ക്രിസ്മസ് പ്രോഗ്രാം